നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടി എത്ര സീറ്റും വോട്ടും നേടും എന്ന് കണ്ണും നട്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം മുഖ്യ പ്രതിപക്ഷമായ BJPയും. കാരണം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2015ലെയും 2020ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തമായിരുന്നു ഡൽഹിയിലെങ്കിൽ ഇത്തവണ ശക്തമായൊരു മത്സരത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഇതിനോടകം പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എത്ര സീറ്റ് നേടും എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസ് എത്ര വോട്ട് നേടും എന്നാണ് ആം ആദ്മി പാർട്ടിയും BJPയും കണ്ണും നട്ടിരിക്കുന്നത്. കാര്യം കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും ഇത്തവണ ആര് ഡൽഹി ഭരിക്കും എന്നത് നിർണ്ണയിക്കുക. ആകെ 4-5 സീറ്റുകളിൽ ഡൽഹിയിലെ ന്യൂനപക്ഷ മേഖലയിലെ 4-5 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷ വച്ച് പുലർത്തുന്നതെങ്കിലും കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങളെ തീരുമാനിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഡൽഹിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയുടെ ഒരു പൂർണ്ണ ആധിപത്യത്തിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് 10 സീറ്റ് തികച്ചു നേടാൻ ഡൽഹിയിൽ സാധിച്ചിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ ഡൽഹിയിലെ ജനങ്ങൾ 7 ലോക്സഭാ സീറ്റും BJPക്ക് സമ്മാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2014ലും 2019ലും ഈ അവസാനം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ BJPക്കും ആം ആദ്മി പാർട്ടിക്കും മാറി മാറി വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത ജനങ്ങൾ തന്നെയാണ് ഡൽഹിയിലേക്ക്. ആ ഡൽഹിയിൽ കോൺഗ്രസ് പിടിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, കോൺഗ്രസ് പിടിക്കുന്ന ദളിത് പിന്നോക്ക വോട്ടുകൾ അത് ആം ആദ്മി പാർട്ടിയുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യ സഖ്യകക്ഷികളായ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം പോലെയുള്ളവർ ഇതിനോടകം തന്നെ ആം ആദ്മി പാർട്ടിക്ക് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ച ശേഷവും കോൺഗ്രസ് നടത്തുന്ന ഈ മത്സരം അത് BJPയെ സഹായിക്കാനാണെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. എന്തായാലും കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷ, ഒരു സർക്കാർ രൂപീകരിക്കാമെന്ന പ്രതീക്ഷയൊന്നും ഈ പറയുന്ന ഡൽഹിയിൽ വച്ചു പുലർത്തുന്നില്ല. പക്ഷേ പതിറ്റാണ്ടുകളോളം തങ്ങൾ അടക്കി ഭരിച്ച രാജ്യതലസ്ഥാനത്ത് മിനിമം ഒരു 4 സീറ്റെങ്കിലും സ്വന്തമാക്കാനുള്ള മത്സരത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ഒരു ബ്ലോക്ക് കടന്നു വരുമോ അതോ അതിലൊരു ഭിന്നിപ്പുണ്ടാകുമോ എന്നാണ് BJP നോക്കിയിരിക്കുന്നത്. കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെക്കാൻ ഡൽഹിയിൽ എല്ലാ തവണയും സാധിക്കുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് തികച്ചു നേടാൻ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും കോൺഗ്രസ് അതിന്റെ ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി പ്രചരണം കൊഴുപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ അടുത്ത പ്രചരണത്തിനായി ഡൽഹിയിലെത്തി ഒരു വില കുറഞ്ഞ പരാമർശം അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. കെജ്രിവാളിനെയും മോദിയെയും തമ്മിൽ താരതമ്യം ചെയ്ത രാഹുൽ ഗാന്ധി ഇരുവരും പൊള്ളയായ വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജാതി സെൻസസ്, അദാനി പോലെയുള്ള വിഷയങ്ങളിൽ കെജ്രിവാളിനും മോദിക്കും ഒരുപോലെ മൗനമാണെന്നും ഒക്കെയായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു സഖ്യകക്ഷി കൂടിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ വളരെ മിതത്വത്തോടെയാണ് ഇതിനോട് പ്രതികരിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വളരെ പക്വതയോടെ താൻ ഇതിനോട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ രക്ഷിക്കാനും താൻ രാജ്യത്തെ രക്ഷിക്കാനുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ചേർന്നായിരുന്നു ഡൽഹിയിൽ മത്സരിച്ചത്. പക്ഷേ ഫലം കണ്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. 7 സീറ്റും BJP തന്നെ വിജയിച്ചു. പക്ഷേ ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം പല സംസ്ഥാനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാര്യമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഹരിയാനയായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേരാതെ മത്സരിച്ച കോൺഗ്രസ് പരാജയം നുണഞ്ഞെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യം അവർക്ക് 5 സീറ്റുകളാണ് സമ്മാനിച്ചത്. ഗുജറാത്തിലും സമാനമായൊരവസ്ഥയുണ്ടായി. 2014ലും 2019ലും ഒക്കെ BJP മുഴുവൻ സീറ്റുകളും വിജയിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിൽ ഒരു സീറ്റിൽ വിജയിക്കാനും പല സീറ്റുകളിലും BJPയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കാനും ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചിരുന്നു. ഇതെല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ 4 സീറ്റിന് വേണ്ടി
വേണ്ടി ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ അഴിമതി ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഡൽഹി. ഏതായാലും കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ, കോൺഗ്രസ് പിടിക്കുന്ന സീറ്റുകൾ ഡൽഹിയിൽ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്.